5:30 അടിച്ച് കുളിച്ചവരുടെ നമ്മുടെ അവിടുത്തെ ഒരാട്ടിന്റെ വീട്ടിൽ ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് അവിടേക്കാണ് പോണത് ചോദിച്ചാൽ ഇപ്പൊ ഫേമസ് ആയ തൃശ്ശൂരുള്ള കേരള പഴനിക്കാണ് കേട്ടാ. അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ മേടിച്ച് നടന്ന് റോഡെത്തിരിക്കുകയാണ്. ഇതും നമ്മുടെ ഒരാട്ടിനാണ്. ആളുടെ കൂടെ പോണത്. ഞാൻ പോകുമ്പോൾ കുറച്ച് വൈകി. ആളെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പാവം. എന്റെ പ്രശ്നവും നിങ്ങളുടെയൊക്കെ പ്രശ്നവും ഇതൊക്കെ തന്നെയായിരിക്കും. എവിടേക്കെങ്കിലും പോകണമെന്ന് വെച്ചാൽ ടൈമൊക്കെ വൈകിട്ടായിരിക്കും പോണത്. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് തൃശ്ശൂർക്ക് പോകുമ്പോൾ നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. അങ്ങനെ രണ്ടാളും കൂടി കാഴ്ചകളൊക്കെ കണ്ട് നേരെ കുതിരനെത്തി. പിന്നെ എവിടുന്നൊക്കെ താണ്ടി നേരെ വണ്ടി പുത്തൂരിക്ക്. അങ്ങനെ പുത്തൂരെത്തി വണ്ടി നിർത്തി. നമ്മുടെ വേറൊരാട്ടിനും കൂടി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇനി ആളിന്റെ കൂടെയാണ് ഞങ്ങളെ പോണത്. ആളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല വിശപ്പ്. അപ്പൊ എന്തായാലും 2 കാലി ചായ അടിക്കാലോണ്ട് രണ്ടാളും കൂടി ചായക്കടയ്ക്ക് പോവാണ്. ചായക്കടയ്ക്ക് പോണ വഴിക്ക് ഈ കാഴ്ച കണ്ട് ഞാൻ ഒരു നിമിഷം ബംഗാളിലാണോ വിചാരിച്ചു. ഭായിമാരൊക്കെ പണിക്ക് പോണ തിരക്കില്ലാണ്ടാ പാവങ്ങള്. അങ്ങനെ ചായക്കടയെത്തി 2 ചായ ഉഴുന്നുവടയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചായക്കടയിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും ആള് വന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുത്തൂര് പൊന്നൂർക്കരയൊക്കെ കഴിഞ്ഞ അവസാനം കേരള പഴനി എത്തിയിരിക്കുകയാണ്. 240 പടികൾ കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകണം കേട്ടാ. അങ്ങനെ കയറി പാതി എത്തുമ്പോഴേക്ക് കാല് കടയാൻ തുടങ്ങി. അവസാനം അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ആംബിയൻസ് ഒക്കെ അടിപൊളി. തൈപ്പൂയത്തിനൊക്കെ അവിടെ ഗംഭീര പരിപാടി ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല മനസമാധാനവും ഉണ്ട്. പിന്നെ ഉള്ളിൽ കയറി തൊഴുതിറങ്ങി 3 പേരും കൂടി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടാ. ഇതാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടർ. ഇവിടെ അരവണയൊക്കെ കിട്ടും. പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ കാവടി എടുത്തിട്ട് ഒരാൾ വരുന്നുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ താഴെത്തി മുരുകനോട് ബൈ പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് വേറെ ഒരു സ്ഥലം, പുത്തൂര് സുവോളജിക്കൽ പാർക്ക്. ഞങ്ങൾ പോകുമ്പോൾ ഇത് ഓപ്പൺ അല്ല കേട്ടാ. 2 മാസം കഴിഞ്ഞാൽ ഓപ്പൺ ആകുള്ളൂ എന്നാണ് ഇവിടുത്തെ ആൾക്കാർക്ക് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ കാണാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, ഒരു ഫോളോ ട്ടാ.